സുജിത്തിനെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലൊക്കേഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അവിടെ വീടുകൾ വരണ്ടേ? ഇപ്പോൾ ഈ വീടുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളൊരു നല്ല വീട് അവിടെ വീട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിന് എന്തെങ്കിലും സൈറ്റുകൾ ഉണ്ടാവും, സൈറ്റുകളിൽ കയറി നമ്മൾ തപ്പും, ഇഷ്ടപ്പെട്ടാൽ പോയി നോക്കും, അങ്ങനെയല്ലേ ചെയ്യുന്നേ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഓക്കെ. ഇവിടെ എന്താ പറയുക, 1-2 സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ വീട് വരും. പക്ഷെ അത് സുജിത്ത് മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ ഓസ്ട്രേലിയയിലുള്ള എല്ലാവരും ആ സൈറ്റിൽ നോക്കില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വാങ്ങുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനിൽ സൈറ്റിൽ നിന്നല്ലാതെ നമുക്ക് എങ്ങനെ പ്രോപ്പർട്ടികൾ എടുക്കാം? എനിക്കറിയില്ല. അതിനെ നമ്മൾ ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടികൾ എന്നാണ് പറയുക. അപ്പോൾ ഒരു കേസ് പറയാം. ഇത് നമ്മുടെ ഒരു ജാനുവരിയിൽ നടന്നൊരു ട്രാൻസാക്ഷനാണ്. $641,000 നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. ഇത് വാങ്ങിക്കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഇതിൻ്റെ വാല്യുവേഷൻ എത്രയാണെന്ന് അറിയോ? 735,000. ഓക്കെ. ലൈക്ക് അബൌട്ട് 9, അതായത് ഒറ്റ ദിവസം കൊണ്ട്. അതിപ്പോൾ നാട്ടിൽ ഞാൻ ടൊയോട്ട ഫോർച്യൂണർ വണ്ടി എടുത്തിട്ട് 2 ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ വില കൂടിയായിരുന്നു. വില കൂടി. നാട്ടിൽ 5 സെന്റ് സ്ഥലം വാങ്ങുന്ന പോലെ ടൊയോട്ട വണ്ടി എടുക്കുന്നത്. അതേപോലെ ആണോ? അടിപൊളി. പക്ഷെ ഇവിടെ അങ്ങനെ വില കൂടില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും വാല്യുവേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി അപ്പോൾ അണ്ടർ ദ മാർക്കറ്റാണ് നമുക്കത് എടുക്കാൻ പറ്റിയത്. ഓക്കെ. അപ്പോൾ അതെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ realestate.com അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൺലൈൻ സൈറ്റുകളിൽ പോയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് സെല്ലിംഗ് ഏജൻ്റായിട്ട് റിലേഷൻഷിപ്പ് വേണം. അവിടെയുള്ള വിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു സെയിൽസ് ഏജൻറ്റിനായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരി. അപ്പോൾ അവരായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് കാരണം അവരെന്ത് തരും നമുക്ക്? അതായത് ഈ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, പ്രോപ്പർട്ടി ഓൺലൈൻ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ വിൽക്കാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ബയേഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാന്ന് പറയും. സോ വി ഗെറ്റ് ആൻ അഡ്വാൻറ്റേജ്, ഏർലി മോർ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരോട് കണക്ഷൻ ഉണ്ട്? അതെ, കണക്ഷൻ ഓൺ ദ ഗോ ഇങ്ങനെ ബിൽഡ് ചെയ്ത് അതാണ് നിങ്ങളുടെ മറ്റൊരു അഡ്വാൻറ്റേജ്. അതെ, മറ്റൊരു അഡ്വാൻറ്റേജ്. ഓക്കെ. അങ്ങനെ നിങ്ങൾ എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തു, ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ഓഫർ തരുമോ? ലൈക്ക് നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഹൈക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എനിക്കൊരു ഓഫർ തരുമോ? കാരണം ഞാൻ നിങ്ങളെ വിശ്വസിച്ചല്ലേ വാങ്ങിക്കുന്നത്. അതെ. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടോ? അതെ. അപ്പോൾ ഇതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ എന്താ പറയുക, ഈ പ്രൈസ്, ഇതിന് CMA എന്നാണ് പറയുക, കമ്പാരബിൾ മാർക്കറ്റ് ആവറേജ്. എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ റേറ്റ് എന്ന്. ഇപ്പോൾ സെയിൽസ് ഏജൻറ്റ് നമ്മളോട് പറയും, എടാ ഇതിന് എനിക്ക് $700,000 വേണമെന്ന് പറയും. അതും മാർക്കറ്റ് വാല്യൂ നമ്മൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതാണ്. അതേപോലെയുള്ള പ്രോപ്പർട്ടി ആ ഒരു ഏരിയയിൽ കഴിഞ്ഞ 2-3 മാസം എന്തൊക്കെ റേറ്റുകളിൽ വിറ്റുപോയി, അതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വിറ്റുപോയത് ഏത് വീടാ? അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തി അതിൽ നിന്ന് നമ്മൾ സുജിത്തിന് റെക്കമെൻഡ് ചെയ്യും, ഈ പ്രോപ്പർട്ടിക്ക് ഈ വാല്യുവേഷനേ ഉള്ളൂ, നമുക്ക് ഈ റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഡീലാണ്, ഈ റേറ്റാണ് ഒരു മാർക്കറ്റ് വാല്യൂ. ഓക്കെ. അപ്പോൾ ദെൻ കംസ് ദ നെഗോസിയേഷൻ, റൈറ്റ്? അപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് മനസ്സിലായി, അവർ നമ്മളോട് ചോദിക്കുന്ന വാല്യൂ എത്രയെന്ന് മനസ്സിലായി. പിന്നെ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർ മീ ടു ബൈ ദാറ്റ് പ്രോപ്പർട്ടി ഫോർ യു ബൈ നെഗോഷിയേറ്റിംഗ് വിത്ത് ദ ഏജൻറ്റ് ആൻഡ് ദെൻ ഗെറ്റ് ഇറ്റ് അണ്ടർ ദ മാർക്കറ്റ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ അപ്പോൾ എനിക്ക് വേണ്ടി ചെയ്യും. അതിൻ്റെ ബാക്കിയുള്ള ലീഗൽ സൈഡും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യും. സോ ഹൗ ഡു യു ചാർജ് മീ? ഐ ചാർജ് യു ഫോർ എ ട്രാൻസാക്ഷൻ. സോ അവിടെ അതോടുകൂടി നമ്മുടെ സർവീസ് അവിടെ എൻഡ് ചെയ്യില്ല. അപ്പോൾ നെഗോസിയേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുജിത്തിന് പ്രോപ്പർട്ടി ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളും സൈൻ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യണം? ദർ വിൽ ബി സം അതർ ലൈസൻസ്ഡ് ആയിട്ടുള്ള ബിൽഡ് ആൻഡ് ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് ഈ പ്രോപ്പർട്ടി ഇൻസ്പെക്ട് ചെയ്യണം. ഈ പ്രോപ്പർട്ടിയിൽ വേറെ, അതായത് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ, ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണാത്ത ദർ വിൽ ബി ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ലൈസൻസ്ഡ് ആയിട്ട് ആൾക്കാർ വന്നിട്ട് ഈ വീട് മൊത്തം ഇൻസ്പെക്ട് ചെയ്ത്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വർഷങ്ങൾ പഴയ വീടുകളായിരിക്കും, ഇത് പുതിയ ഫ്ലാഷി വീടുകളല്ല. ഇത് മോർ ഓൾഡർ ബെറ്റർ ദ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഇസ്. അങ്ങനെയാണ്. അപ്പോൾ കാരണം ഈ കമ്മിങ് ബാക്ക്, നമ്മുടെ ലാൻഡ് ഇസ് ദ വൺ ദാറ്റ് ഈസ് അപ്രീഷിയേറ്റിംഗ്, ബിൽഡിംഗ് ഇസ് ദ വൺ ദാറ്റ് ഈസ് ഡിപ്രീഷിയേറ്റിംഗ്. മാക്സിമം നമ്മുടെ കാശ് ലാൻഡിൽ പോകണം. അങ്ങനെ ഈ സാധനം സെറ്റിൽ ചെയ്ത്
വേറെ പുറമെന്ന് ഒരു പ്രോപ്പർട്ടി മാനേജർ വന്ന് ഈ വീട് എന്നിട്ട് മാനേജ് ചെയ്തോളും. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ടെനൻസ് വരണ്ടേ, ടെനൻസിനെ മാനേജ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് നമ്മൾ വേറൊരു പ്രോപ്പർട്ടി മാനേജറെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുന്നത് വരെ ഞാൻ സുജിത്തിൻ്റെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വി ദെൻ മോണിറ്റർ ദ റിസൾട്ട്സ്. നമ്മൾ പ്രോബബ്ലി ഒരു 10%, 12% ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ അടുത്തും എനിക്കും ക്രിസ്റ്റൽ ബോളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മളും ഡാറ്റ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. ബട്ട് വി സി എവറി 3 months 6 months ഈസ് ഇറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ പോയോ, അതിനേക്കാൾ കൂടിയോ അതിനേക്കാൾ കുറഞ്ഞോ എന്നുള്ള സ്റ്റഡി നമ്മൾ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ സുജിത്തിനെ ചാർജ് ചെയ്യുന്നത് ഈവൻ ഈ ഒരു പ്രോപ്പർട്ടി എന്താ പറയുക ഓരോ പെർ പ്രോപ്പർട്ടി പർച്ചേസിനായിരിക്കും ഒരു പ്രൊഫഷണൽ സർവീസ് ചാർജ് സുജിത്തിന് വരുന്നത്. അതെങ്ങനെ, നിങ്ങളുടെ ഫിക്സഡ് ചാർജ് ആണോ അതോ പെർസെൻറ്റേജ് ആണോ? അല്ല, ഇതൊരു ഫിക്സ്ഡ് ചാർജ് ആയിട്ടാണ്. ഫിക്സഡ് ചാർജ് ആണ്. കാരണം ഈ പെർസെൻറ്റേജ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഡസൻ മേക്ക് സെൻസ്. കാരണം എനിക്ക് സുജിത്തിന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പ്രോപ്പർട്ടി എടുക്കുമ്പോഴാണ് ബെനിഫിറ്റ് വരേണ്ടത്. പെർസെൻറ്റേജ് ആണെങ്കിൽ എന്താ പറയുക, എനിക്ക് നോക്കുള്ളൂ. അതെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് PR ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം വാങ്ങാൻ തോന്നുന്നു അല്ലേ? അതെ. ഇവിടെ സ്ഥലമായിട്ട് വാങ്ങിച്ച് വീട് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോ? ഉണ്ട്, അങ്ങനെയുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. അതെ. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ്? കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഒക്കെ വാങ്ങാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതുപോലെ ഇപ്പം റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറെ ഏരിയയാണ് കമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനി അതിൽ ഫോക്കസ്ഡ് അല്ല, നമ്മൾ വി ആർ പ്യൂർലി ഇൻ ടു റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ കുറച്ച് ഹൈ റിസ്ക് എന്താ പറയുക, ഈ എക്സ്പോഷർ കുറച്ച് കൂടും അവിടെ. കാരണം ഒരു ടെനന്റ് എങ്ങാനും ഇല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം ചിലപ്പോൾ അത് ടെനന്റ് ഇല്ലാതെ കിടക്കും കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ. ഇവിടത്തെ പോലെ ഒരു റെന്റൽ ടേൺ ഓവർ കമേഴ്ഷ്യൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെയർ ഹൗസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കഴിഞ്ഞ പാർട്ടി ഇറങ്ങിപ്പോയി പുതിയൊരു പാർട്ടി ഇറങ്ങുന്നത് വരെ ലോങ് പീരീഡിലോട്ട് അത് ചിലപ്പോൾ കാലിയായിട്ട് കിടക്കാം. ഓക്കെ.